Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രാഷാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറോട് കൂടിയിട്ട് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ബിറ്റ് കോയിനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വീക്ക്ലി ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ള ആ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസിന് ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ടോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് വീണ്ടും മേലേക്ക് കയറിയിട്ടുണ്ട്. അതിനർത്ഥം പ്രൈസിന് ഇവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലൊരു റിജക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ആണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ ഫോം ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ, കൃത്യമായിട്ടുള്ള ഒരു ബാരിഷ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീടെസ്റ്റ് ഇവിടെ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ ഏരിയയിലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏത് രീതിയിൽ ഏതൊരു പ്രൈസിലേക്കൊക്കെ നമുക്കൊരു റീടെസ്റ്റ് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെയാണ് നമുക്ക് ബിറ്റ് കോയിനിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ലൈൻസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ട് ഇടത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിലും ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോവുകയോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ മുൻ ദിവസങ്ങളിൽ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഏത് രീതിയിലാണ് ഒരു പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും പ്രൈസിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 19K അല്ലെങ്കിൽ 20K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടേക്ക് പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. കാരണം അത്രയും വലിയ സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബയ്യേഴ്സിൻ്റെ യാതൊരു തരത്തിലുള്ള സൈനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൈസ് ഫോളോ ഇനിയും ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഏത് രീതിയിലാണ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 41K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതായത് ഈ ഒരു ലോ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ, അതും നല്ല ബൈയിങ് മൊമെൻറ്റത്തോട് കൂടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് തൽക്കാലത്തേക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ആണ്. കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തുകൊണ്ട് പ്രൈസ് നിൽക്കാനായിട്ട് സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റോടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ട്രെൻഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു നവംബർ 10 മുതൽ ഇവിടം വരെയുള്ള, അതായത് ഒരു ജനുവരി 28 വരെയുള്ള ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ചാർട്ടിൻ്റെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നോക്കുക, കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡോട് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടാണ് പിന്നീട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നത്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു 35 അല്ലെങ്കിൽ 34K എന്ന് പറയുന്ന ഈ ഒരു ലോവർ ലോ ഏരിയയിലേക്ക്
അല്ലെങ്കിൽ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡിലൂടെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് സൈഡ് വേസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ രീതിയിൽ സൈഡ് വേസ് ആയിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ദെൻ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ആ ഒരു ലോവർ ഹൈ ഏരിയയിലേക്ക് പ്രൈസ് ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് വീണ്ടും കൃത്യമായിട്ടൊരു ഡൗൺ ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇനി നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് ഇവിടെ നീങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഈ രീതിയിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് പോകുന്ന ഒരു മൂവ്മെൻറ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ വീണ്ടും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ലൈൻസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റീടെസ്റ്റ് നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഷോൾഡർ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് കൃത്യമായിട്ടുള്ള ഷോൾഡേഴ്സും ഹെഡും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സൽ സൈനാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്. ഒരു 34K ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിംസിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ചെറിയ രീതിയിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ. ഓക്കെ, മാത്രമല്ല കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവുകയും അവിടെ നിന്നൊരു റീടെസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹയർ ലോ ആണ്. സോ ഈ ഒരു ഹയർ ലോയ്ക്ക് താഴെയായിട്ട് ആ പ്രൈസ് ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്കതൊരു ഹയർ ലോ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ദെൻ അടുത്തതായിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത എവിടെയുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും പ്രൈസിലൊരു റീടെസ്റ്റ്, അതായത് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു റീടെസ്റ്റ് അത്യാവശ്യമാണ്. സോ നമ്മളെപ്പോഴും ട്രെൻഡിനനുസരിച്ചുകൊണ്ട് മാത്രം, ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ട്രെൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ്, ഏത് രീതിയിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം.